ഹലോ ഗായ്സ്, പനി വന്നാൽ നമ്മൾ തികച്ചും ചെയ്യുന്നത് എല്ലാം യാന്ത്രികമായിരിക്കും കേട്ടോ. ഒരു വിധത്തിൽ ഞാൻ എഴുന്നേറ്റ് വന്ന് വഴുതനങ്ങ എടുത്ത് അങ്ങോട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കേട്ടോ. കഞ്ഞിയും കറിയും വെക്കാതിരിക്കാൻ പറ്റുമോ, തിന്നാതിരിക്കാൻ പറ്റുമോ, നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പപ്പ വന്ന് കഞ്ഞിക്ക് വെള്ളമെല്ലാം വെച്ച് അരിയെല്ലാം കഴുകിയിട്ട് കഞ്ഞി നല്ലപോലെ വേവാറായി കിടക്കും കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായി കേട്ടോ. പിന്നെ എന്തെങ്കിലും പിള്ളേർക്ക് കൊടുക്കണമല്ലോ എന്നോർത്ത് ഞാൻ തേങ്ങ ചിരണ്ടി ഒരു അടയങ്ങ് ചുട്ട് കേട്ടോ. ഞങ്ങൾ 4 പേർക്കുള്ള അടയാട്ടോ ഗൈസ് ഇത്. ഞങ്ങൾ 4 പേരും അതിൽ നിന്ന് ഓരോ കഷ്ണം എടുത്ത് കഴിക്കും കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ വഴുതനങ്ങ അങ്ങ് തോരനങ്ങ് വെച്ച് കേട്ടോ. കൂടുതൽ എണ്ണയൊന്നും അധികമൊന്നും ഉപയോഗിച്ചൊന്നുമില്ല, കാരണം വയറ്റിന് ലേശ സുഖമില്ല കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയറ്റിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുന്നുള്ള പേടിയും കൊണ്ട് ഞാൻ ചുമ്മാ മൺചട്ടിക്കകത്തേക്ക് തേങ്ങായും ചിരണ്ടിയിട്ടങ്ങ് വെച്ചതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നല്ലപോലെ പനിയുണ്ടായിരുന്നു, വൈറൽ ഫീവർ ആയിരുന്നു. നമ്മുടെ ആശുപത്രി പോയിട്ട് കുറയാത്തത് കൊണ്ട് ഞാൻ നേരിട്ട് PMCയിലേക്ക് പോവുക കേട്ടോ ചെയ്തത്. മമ്മി അവിടെ ആശുപത്രി കിടപ്പുണ്ട് കേട്ടോ. മമ്മി അവിടെ അഡ്മിറ്റായിട്ട് 3-4 ദിവസമായി കേട്ടോ. അപ്പോൾ എന്നെയും നല്ലപോലെ പനിക്കുന്നുണ്ട്, പിള്ളേരെ നല്ലപോലെ പനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പനിച്ച് ബ്ലഡ് എല്ലാം കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. 1 മണിക്കൂർ താമസമുണ്ട് കേട്ടോ റിസൾട്ട് വരാൻ വേണ്ടിയേ. അപ്പോൾ ഞാൻ മോളിൽ പോയി മമ്മിയുടെ റൂമിൽ പോയി കിടക്കുക കേട്ടോ ചെയ്തത്. കാരണം ഒട്ടും പറ്റില്ലായിരുന്നു എന്നെ കൊണ്ടും. കാരണം ഈ പിള്ളേരെ കൊണ്ട് എനിക്കിനി തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ചേട്ടായി ഞങ്ങളിവിടെ കൊണ്ടയാക്കിയിട്ട് ചേട്ടായി കച്ചവടത്തിനും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യവും എൻ്റെ കാര്യവും എല്ലാം ഞാൻ സ്വയമേ അങ്ങ് നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആശുപത്രിയിൽ ഇരുന്ന് മടുത്തു കേട്ടോ. ചുമയ്ക്കാനും വരുന്നുണ്ട്, പിള്ളേർക്കും ആണേലും മടുപ്പ്, പിള്ളേരും ഒന്നും കഴിക്കുന്നില്ല, നമുക്കാണേലും കഴിക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ പനി വന്നു കഴിഞ്ഞാൽ. നമുക്ക് വന്നാലും പ്രശ്നമാണ്, പിള്ളേർക്ക് വന്നാലും പ്രശ്നമാണ്, നമുക്കൊന്നും കഴിക്കാനും പറ്റിയില്ല. കുഞ്ചിനെ നല്ലപോലെ പനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ അവരോട് തന്നെ മരുന്ന് ചോദിച്ച് ഡോക്ടറെ ചീട്ടെടുപ്പിച്ച് മരുന്ന് കൊടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ചി കുറച്ച് നേരമൊക്കെ കുറേ കോഷ്ടിയൊക്കെ നടന്ന് കാണിക്കുക കേട്ടോ. അവൾ മയക്കും കൊണ്ട് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ അവളെ പാട്ട് പാടാനൊക്കെ കൊടുത്തതാണ്, പക്ഷെ അവൾ പാട്ടൊന്നും പാടിയല്ല കേട്ടോ. കാരണം ഞാൻ ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം ഈ പറ്റിയലായിക നമ്മളെ എന്താ പറയുക തളർത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്കും. കാരണം നമ്മുടെ തല പൊങ്ങിയില്ലാത്ത കൂട്ട് ക്ഷീണമാണ്. 2 ആഴ്ചയെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. അപ്പം അതുവരെ നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് നമ്മുടെ എന്താ പറയുക വ്യൂസൊക്കെ അങ്ങ് കുറഞ്ഞു പോകും കേട്ടോ. നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമുക്ക് വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ടും പറ്റിയില്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ചിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പം കുഞ്ചിക്ക് പാടാനും അറിയത്തില്ല, കളിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ അവൾ മൈക്കേലൊക്കെ പിടിച്ച് തിരിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമാനെ നിൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കേട്ടോ മൈക്ക്. കഷ്ടപ്പെട്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, എനിക്ക് വീട്ടിൽ നിന്ന് മേടിച്ച് തന്നതാണ്. അപ്പോൾ അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ചി ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നാലും അവിടെ എവിടെയും പിരിച്ച് അവർ തിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം അവളോട് കൊടുത്തില്ല കൊണ്ടോ ബൈക്കും കൊണ്ടോ ഇങ്ങോട്ടേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നെന്ന് പറ. എല്ലാവർക്കും വീട്ടിൽ എത്തിച്ചു തരും. ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. See you. എൻ്റെ പേര് ഹെലൻ മരിയ. വീട്ടുപേരനാടാ നിന്റെ? വീട്ടുപേരനാ? വീട്ടുപേരെന്നാന്ന് പറയാന്നേ. അപ്പാച്ചിയുടെ പേരെന്നാ? അയ്യോ മൈക്കളയല്ലേ. അപ്പാച്ചിയുടെ പേര്? അമ്മയുടെ പേര്? അമ്മയുടെ പേര്? സിത്താര. സിത്താര. അങ്ങനെ അവളുടെ കൂട്ടത്തിൽ കുറേ നേരം കളിച്ചും ചിരിച്ചു ആ ഒരു ദിവസം ഞങ്ങൾ കളഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. ടാറ്റാ ബൈ ബൈ. സീ യു.